നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ അടുത്തിടെ ഉത്തരവിട്ടിരിക്കുകയാണ്. 2019 ഡിസംബർ 31 കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വിലക്കപ്പെട്ട വിവരം ഒഴിച്ച് മറ്റൊന്നും മറച്ചുവെക്കരുതെന്ന്, വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറരുതെന്നും വിവരാവകാശ കമ്മീഷൻ തങ്ങളുടെ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചിലർ സ്വീകരിക്കുന്ന നിലപാട് സ്വീകാര്യമല്ലെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നത്. കമ്മിറ്റി മുമ്പാകെ ആളുകൾ കൊടുത്ത മൊഴിയടക്കം പുറത്തുവിടണമെന്നാണ് ചിലർ പറയുന്നത്. അതായത്, ഞാൻ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരണം, പക്ഷെ എൻ്റെ പേര് പുറത്തുവിടാൻ പാടില്ല. അതെന്ത് ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. ഒരാൾ ഒരു പരാതി തന്നാൽ ആ പരാതി എന്താണെന്ന് പറയുന്നതിനോടൊപ്പം ആര് പരാതി തന്നു എന്ന് പറയേണ്ടെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുകയാണ്. ആരെങ്കിലും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിടരുത്, പക്ഷെ ആരെങ്കിലും ദിലീപിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടണമെന്നാണ് ചിലരുടെയൊക്കെ ഇപ്പോഴത്തെ വാദം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചർച്ചയായത്. പണ്ടുകാലത്ത് പല നടിമാരുൾപ്പെടെ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് മലയാള സിനിമ വളർത്തിയെടുത്തത്. എന്നാൽ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ചിലയിടത്തിൽ ലഭ്യമല്ല എന്നൊക്കെയാണ്. എനിക്കൊരിക്കലും ഇതിനോട് യോജിക്കാനാകില്ല. സാധാരണ താരങ്ങൾ പോലും ക്യാരവാൻ ഉപയോഗിക്കുന്ന ഒരു കാലമാണിതെന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിഹത്യയാകുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പറയുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ അടങ്ങുന്ന WCC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു കാര്യം. വ്യക്തിഗത വിവരങ്ങൾ മറച്ചു വെക്കണമെന്ന വ്യവസ്ഥയോടെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകൾ സെറ്റിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, അതുപോലെ കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഹേമ കമ്മീഷൻ മുമ്പിൽ വ്യക്തമാക്കി. എത്ര പരിഷ്കരണങ്ങൾ വരുത്തിയാലും ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതില്ലാതാക്കാൻ സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അവർ നല്ല വിൽ പവർ ഉള്ളവരായിരിക്കണം. പിന്നെ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തതിൽ സർക്കാരിനെ കുറ്റം പറയാൻ സാധിക്കില്ല. അതിൽ പകുതിയും വ്യക്തിവൈരാഗ്യവും നുണകളുമാണെന്നാണ് പലരും മൊഴികളായി നൽകിയതെന്ന് ഞാൻ പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.